നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യുദില്ലു ബിഹി കസീറൻ വയഹ്ദീ ബിഹി കസീറ വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. ഈ ഖുർആൻ കൊണ്ട് ഒരുപാട് ആൾക്കാരെ അല്ലാഹു തആല വഴിപിഴപ്പിക്കുന്നു. അതേപോലെ ഈ ഖുർആൻ കൊണ്ട് ഒരുപാട് ആൾക്കാർ അല്ലാഹു തആല ഹിദായത്തിലാക്കുന്നു, നേർവഴിയിലെത്തിക്കുന്നു. എന്നാൽ വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, ഈ ഖുർആൻ കൊണ്ട് വഴിപിഴക്കുന്നവർ തമ്മാടികൾ, ഫാസിഖീങ്ങൾ മാത്രമാണ്. നിങ്ങൾ നോക്കൂ, ഖുർആൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വഹാബത്തിന് മാത്രമല്ല ഖുറൈശികൾക്കും മക്ക മുശ്രിക്കീങ്ങൾക്കും ഓതി കൊടുത്തിരുന്നു. പക്ഷേ ഖുർആൻ കേട്ടപ്പോൾ അവർ അതുകൊണ്ട് തന്നെ വഴിപിഴച്ചു പോയി. ഇത് സിഹ്റാണെന്ന് പറഞ്ഞു. ഇത് മുൻകഴിഞ്ഞ കിതാബുകൾ നോക്കി പറയുന്നതെന്നും ഭ്രാന്തനെന്നും കള്ളനെന്നും അവർ നബിതങ്ങളെ വിളിക്കുകയുണ്ടായി. എന്നാൽ അതേ ഖുർആൻ കേട്ട ചിലർ ഹിദായത്ത് കിട്ടി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിക്കുന്നത്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ ഖുർആനി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. അല്ലാഹു തആല ഈ ഖുർആൻ കൊണ്ട് ചിലരെ ഉന്നത സ്ഥാനത്തിലേക്ക് എത്തിക്കുന്നു, ചിലരെ അല്ലാഹു തആല താഴ്ത്തിക്കളയുന്നു. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന് ഏറ്റവും ശക്തി പ്രാപിച്ച ഒരു സ്വഹാബിയാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി പുറപ്പെടുകയാണ്. വഴിമധ്യേ ബനൂ സുഹ്റത്ത് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ ചോദിക്കുന്നു, അതല്ല എങ്ങോട്ട്? ഞാൻ മുഹമ്മദിനെ വധിക്കാൻ വേണ്ടി. അവിടുന്ന് അദ്ദേഹം പറയുന്നു, ഇതിനേക്കാൾ അത്ഭുതമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്താണത്? നിങ്ങളുടെ സ്വന്തം സഹോദരിയും സഹോദരിയുടെ ഭർത്താവായ സഈദും അവിടുന്ന് മതം മാറിയിരിക്കുന്നു, ഇസ്ലാമിലേക്ക് പോയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യത്തോടു കൂടി തിരിച്ച് നേരെ തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് വീട്ടിന്റെ പുറത്തു നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, ഖുർആനിന്റെ ഒരു ഓത്തിന്റെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ വാതില് അവിടുന്ന് പൊട്ടി തുറക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ വീട്ടിൽ അവിടുന്ന് ഖബ്ബാബ് ബിൻ അറത്ത് എന്ന് പറയുന്ന സ്വഹാബി അവിടുന്ന് ഖുർആൻ പഠിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് അവിടുന്ന് ഒളിച്ചിരുന്നു. അങ്ങനെ ഈ സഹോദരിയോട് അതുപോലെ അളിയനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ഇവിടുന്ന് ഓതിക്കൊണ്ടിരുന്നത്? അത് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു പരസ്പരം. അല്ല, എന്തോ നിങ്ങൾ ഇവിടുന്ന് ഓതിക്കൊണ്ടിരുന്നു, നിങ്ങൾ മതം മാറിയോ? നിങ്ങൾ ഇസ്ലാമിലേക്ക് പോയോ? അവിടുന്ന് പറയുന്നു, നീ ഉള്ള മതം ശരിയില്ല എങ്കിൽ ഞങ്ങൾ ഇസ്ലാമിലേക്ക് പോകുന്നത് കൊണ്ട് എന്താണ് തെറ്റുള്ളത് എന്ന് സഈദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിനെ ചവിട്ടുകയും വേദനിപ്പിക്കുകയും ചെയ്തപ്പോൾ ഫാത്തിമയാകുന്ന സഹോദരി അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു തടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് മുഖത്തിലേക്ക് ഒരു അടി കൊടുക്കുന്നു, അവിടുന്ന് രക്തമൊലിക്കുന്നു. അങ്ങനെ ഫാത്തിമ ചോദിക്കുന്നു, നീയുള്ള മതം ശരിയില്ല എങ്കിൽ ഞങ്ങൾ ഇസ്ലാമിലേക്ക് പോയിരിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിന് വേദനയുണ്ടായി, മാറ്റമുണ്ടായി. അവിടുന്ന് ചോദിക്കുന്നു വീണ്ടും, നിങ്ങൾ എന്തോ ഓതിക്കൊണ്ടിരുന്നല്ലോ, എന്താണത് കാണിക്കുക? അവിടുന്ന് ത്വാഹ സൂറത്തിന്റെ ആദ്യ ഭാഗം അവിടുന്ന് എഴുതിയത് അവിടുന്ന് കാണിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, നീ ശുദ്ധി വരുത്തി വരണം. ഈ ഖുർആൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ശുദ്ധിയുള്ളവരല്ലാതെ
മുസ്ഹഫ് ഖുർആൻ തൊടാൻ പാടില്ല. അതുകൊണ്ട് ശുദ്ധി വരുത്തി വരിക. അവിടുന്ന് അംഗശുദ്ധി വരുത്തി വന്നപ്പോൾ അവിടുന്ന് ഖുർആൻ കാണിച്ചു കൊടുക്കുന്നു. ത്വാഹ സൂറത്തിന്റെ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തുടങ്ങിയുള്ള ആയത്തുകൾ അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ ഓതിയപ്പോൾ അവിടുന്ന് മനസ്സിന് മാറ്റമുണ്ടാകുന്നു. ഇസ്ലാമിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ഇസ്ലാമിന്റെ സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇലാ ഹദറത്തിൻ നബി സയ്യിദുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നു. ഇതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബിഅഹബ്ബി ഹാദൈനി റജുലൈനി ഇലൈക ബിഉമർ ഇബ്നുൽ ഖത്താബ് ഔ അംർ ഇബ്നു ഹിശാം. ഈ രണ്ടാളെ കൊണ്ട് ഇസ്ലാമിന്റെ രണ്ടിൽ നിന്ന് ഒരാൾ നിനക്ക് ആരാണോ ഇഷ്ടപ്പെട്ടത് അവരെ കൊണ്ട് നീ ഇസ്ലാമിന് ശക്തി നൽകണം, ഇസ്സത്താക്കണം എന്ന് നബി തങ്ങൾ ദുആ ചെയ്തിരുന്നു. ആരാണ് രണ്ടാള്? ഒന്ന് അബൂജഹലിനെ സംബന്ധിച്ചാണ്, മറ്റൊന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ രണ്ടിൽ നിന്ന് ഒരാൾ ഇസ്ലാമിലേക്ക് വരണം, നിനക്ക് ഇഷ്ടപ്പെട്ടത്. ആ ദുആയുടെ ഫലമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് ഖുർആൻ കേട്ടപ്പോൾ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് സ്വഹാബത്തിന്റെയും മറ്റ് ചരിത്രങ്ങളും കാണാം. നിങ്ങൾ നോക്കൂ, ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു അവിടുത്തെ മക്കയിൽ ഒരു സ്ഥാനമുള്ള ഒരു ഖുറൈശി നേതാവായിരുന്നു. അങ്ങനെ അവിടുന്ന് സത്യം ചെയ്ത് പറയുകയുണ്ടായി, ഞാനൊരിക്കലും ഖുർആൻ കേൾക്കുകയില്ല. അങ്ങനെ പെട്ടെന്നായ ഒരു ദിവസം ഹറമിന്റെ അടുത്തേക്ക് പോയപ്പോൾ മഗ്രിബ് നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ തൂർ ഓതിക്കൊണ്ട് നിസ്കരിക്കുകയാണ്. അങ്ങനെ അതിന്റെ അവസാന ഭാഗം എന്ന ഭാഗത്തിലേക്ക് എത്തിയപ്പോൾ അവർ സ്വന്തമായി സൃഷ്ടിക്കപ്പെട്ടതാണോ അതല്ലെങ്കിൽ അള്ളാഹു അവരെ പടച്ചതാണോ, അവർ സൃഷ്ടികളാണോ, അവർ ഉണ്ടാക്കുന്നവരാണോ, ഇങ്ങനെയുള്ള ആയത്ത് അവിടുന്ന് കേട്ടപ്പോൾ അവിടുന്ന് പെട്ടെന്നായി കൊണ്ട് മനസ്സ് മാറ്റമുണ്ടായി. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് ഈ ഖുർആൻ തന്നെ ഒരു മുഅ്ജിസത്താണ്, തെളിവാണ്. അത് കേട്ടാൽ തന്നെ പലർക്കും അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുന്നു. നിങ്ങൾ നോക്കൂ, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. പക്ഷേ ആദ്യകാലത്തിൽ ഒരു കൊള്ളക്കാരനായി, കള്ളനായി, വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പെണ്ണിനെ സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്ത ആളായിരുന്നു. അങ്ങനെ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കുന്നു. എന്ത്? അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅ്നിലില്ലദീന ആമനൂ, വിശ്വാസികൾക്ക് സമയം അടുത്തായില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും, അവരുടെ ഹൃദയത്തിൽ പേടി വരാൻ, ഹൃദയം പേടിക്കാൻ സമയമെടുത്തായില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടുകൊണ്ട് ഹൃദയത്തിൽ ഒരു പേടി വരുന്നില്ലേ എന്ന ആയത്ത് കേട്ടപ്പോൾ അവിടെ പറയുന്നു, ബല സമയം അടുത്തായി, പേടിക്കാൻ സമയം അടുത്തായി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നായി തൗബ ചെയ്യുന്നു. അവിടുന്ന് ഹിദായത്തിലേക്ക് എത്തുന്നു, ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തിപ്പോകുന്നു മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഖുർആൻ കേട്ടാൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നു. അതുകൊണ്ട് ഖുറൈശികൾ ഒരു തീരുമാനമെടുത്തു, ഇനി ആരും ഖുർആൻ കേൾക്കാൻ പാടില്ല. ഖുർആൻ എവിടെ ഓത്ത് കേൾക്കണമെങ്കിൽ കൈ എന്താക്കണം, ചെവിയിലേക്ക് കൈവെക്കണം, കൈവെക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ ശബ്ദമുണ്ടാക്കണം. ഖുർആൻ തന്നെ ഉണ്ട്, ഖുർആൻ കേട്ടാൽ നിങ്ങൾ ശബ്ദമുണ്ടാക്കണമെന്നവർ പറഞ്ഞു. വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ വൽഖൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. നിങ്ങൾ ഖുർആൻ കേട്ടാൽ നിങ്ങൾ അത് കേൾക്കാൻ പാടില്ല, നിങ്ങൾ ഒച്ചമുണ്ടാക്കണം, ഖുർആൻ കേട്ടേ. ആ കേട്ടപ്പോൾ ചിലപ്പോൾ മനസ്സിന് മാറ്റമുണ്ടാവും, ഇസ്ലാമിലേക്ക് പോകും. അതുകൊണ്ട് അവർ ഒച്ചപ്പെട്ടിടാൻ വേണ്ടി പറഞ്ഞു.
അങ്ങനെ ഖുർആൻ കേൾക്കാൻ തന്നെ സമ്മതിക്കാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹിദായത്ത് ഉദ്ദേശിച്ചാൽ തീർച്ചയായും ഖുർആൻ കൊണ്ട് ഹിദായത്തിലേക്ക് എത്തും. അല്ലാഹു തആല ഹിദായത്ത് ഉദ്ദേശിക്കാത്ത അവസരത്തിൽ അവർ വഴിപിഴച്ചു പോകുമെന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ട് ഹിദായത്ത് സിദ്ധിച്ചവരും എല്ലാവരെയും കൊടുത്തുമാറാവട്ടെ. അർഹമർ റഹീമായ അല്ലാഹു ഖുർആൻ തനതായ രൂപത്തിൽ മനസ്സിലാക്കി അത് പിൻപറ്റാൻ നിങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റബ്ബാനി.